പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ രത്നശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്ന രത്നം വളരെ വിശേഷപ്പെട്ട റോമൻ കാലഘട്ടം മുതൽ വളരെയധികം മനുഷ്യരാശിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സവിശേഷ രത്നമാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ബ്ലഡ് സ്റ്റോൺ എന്നാണ് ഈ രത്നത്തിൻ്റെ പേര്. ഇത് റോമൻ കാലഘട്ടം മുതൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു രത്നമാണ്. ഒരു വലിയ ഐതിഹ്യവുമായി ഇതിന് ബന്ധവുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ രത്നത്തിൻ്റെ നിറം പച്ചയാണ്. ഇതൊരു പച്ചക്കല്ലാകുന്നു. പക്ഷേ ആ പച്ചക്കല്ലിൽ രക്തത്തിൻ്റെ നിറത്തോടു സാമ്യമുള്ള ചുവന്ന പൊട്ടുകളായി കാണപ്പെടുന്നതാണ് ഈ രത്നം. അതുകൊണ്ടാണ് ഇതിന് ബ്ലഡ് സ്റ്റോൺ എന്ന പേര് വന്നത്. വജ്രം പോലെ തന്നെയുള്ള ഒരു ക്രിസ്റ്റലാണ് ഇതിൻ്റെയും അടിസ്ഥാന ഘടകം. പുറത്ത് കാണുന്ന രക്തത്തുള്ളികൾ പോലെയുള്ള സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇതിനെ ബ്ലഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. സിലിക്ക എന്ന ധാതുവാൽ സമ്പുഷ്ടമാണ് ഈ രത്നം. കാൽസെഡനി എന്ന വിഭാഗത്തിൽ ഇത് പെടുന്നു. യഥാർത്ഥത്തിൽ സിലിക്കയുടെ രണ്ട് ഘടകങ്ങളായ ക്വാർട്സും മാഗ്നറ്റും ചേർന്നാണ് ഇതിന് ഈ രക്തവർണ്ണത്തെ സമ്മാനിക്കുന്നത്. പച്ച നിറത്തിലുള്ള കല്ലിൽ കാണുന്ന രക്തപ്പാടുകൾ ക്രിസ്തുവിൻ്റെ ക്രൂശിക്കലിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ഉത്തമ വിശ്വാസം റോമാകാലം മുതൽക്ക് തന്നെ ഉണ്ട്. നിങ്ങൾ ഈ സ്റ്റോണുകൾ കാണുക. വളരെ വില കൂടിയ ഒരു രത്നമല്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമസ്തേ.